ഒന്ന് നോക്കിയടാ, ഞാൻ ഫുഡ് പറഞ്ഞിരുന്നു. ബാലൻസ് വേണ്ടോ? ആ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ಹೇಳೋರಿಲ್ಲ ಕೇಳೋರಿಲ್ಲ ನನಗೆ ನಾನೇ ರಾಜನು 1 2 3 വിഷ്ണുവർദ്ധന. എന്താണ് ലൈറ്റ് ഒന്നും ഇടാതെ? അടിച്ചാലോ? വേണ്ട. വേണ്ടേ? തെങ്ങനെ ഒറ്റക്കടിക്കാൻ അധികം? ഇല്ല, എല്ലാവരും ജോലിക്ക് പോയി. ഇപ്പോഴാ കിട്ടിയേ? ഇപ്പോഴാ അയച്ചു. കേശവനെ വിളിച്ചപ്പോൾ നീ ഓഫീസിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു. എന്തു പറ്റി? വയ്യേ? ചെറിയ തലവേദന. പനിയുണ്ടാ? ഇല്ല. എന്നെ ശരിക്കും ഇഷ്ടമാണോ? എന്തിനാ? ഈ വീടിന്റെ വാടക ഷീട്ട് നിന്റെ പേരിലല്ലേ? ഇതെല്ലാം എന്തിനാ? അടുത്ത ആഴ്ച അമ്മ എൻ്റെ കല്യാണം തീരുമാനിക്കാൻ പോവാ സുധാകർ ഏട്ടനുമായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അതിന് മുമ്പ് കല്യാണം അയക്കണം. എനിക്കറിയായിരുന്നു നീ ഇതേ പറയുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്താൽ ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചു വരാം. ഈ പെട്ടെന്ന് ഇങ്ങനെല്ലാം പറഞ്ഞാൽ വീട്ടിലറിയിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിക്കും. വീട്ടുകാർക്കും പാർട്ടിക്കാർക്കും സന്തോഷമാവും. ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ജീവനുണ്ടെങ്കിലല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ. അതല്ലേ പറഞ്ഞേ. ഇപ്പോൾ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, ഒബ്ജെക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് കല്യാണം. എനിക്ക് പഠിക്കണ്ടേ? അയ്യടാ, കല്യാണം കഴിച്ചു എന്ന് വെച്ചിട്ട് പഠിക്കാൻ പറ്റില്ലേ? പഠിക്കുന്നു, സ്കോളർഷിപ്പ് മേടിക്കുന്നു, US പോകുന്നു, നീയും കൂടെ വരുന്നു. അയ്യോ 9 മണിയായി. ലേറ്റായ ബ്ലോക്ക് കിട്ടും. അവിടെ എത്തണ്ടേ? ഞാൻ ഷർട്ട് മാറ്റട്ടെ? കുളിച്ചിട്ട് വരണേ, ഫോട്ടോ എടുക്കാനുള്ളതാ. ആ
അധികം ആലോചിച്ചിട്ടല്ലേ. പോണെങ്കിൽ ഇപ്പൊ പോയിക്കൊള്ളണം, പിന്നെ പറ്റൂല. പോവാ. ഇവിടെ എന്താ? തന്നെ 75 rupees. ഇത് മൊത്തത്തിൽ അത്യാവശ്യം ചെലവുള്ള പരിപാടിയല്ലേ? ചെലവിന് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയുടെ Oh, sir. ആ റെസീറ്റ് എടുത്തിട്ടില്ല. ഇരുന്നു. ആ യശോ പറയ്. അത് നീ തന്നെ അല്ലേ മതി. ആ 15-ാം തീയതി ഒരു പരിപാടി വെക്കാറ് ഇവിടെ വരാനുള്ളത്. എന്നാ പിടിച്ചോ. അതെ, ടാർജറ്റ് മീറ്റില്ലേ ജോലി പോവും. അതൊക്കെ ശരിയായിക്കോളും. പിന്നെ ജോലി കളയണ്ടട്ടാ. ಆನಂದ್ ಬಾಲಕೃಷ್ಣನ್. ನೋಡಮ್ಮ, ನಿಮ್ಮಿಬ್ಬರು ಜಾತಿ ಕುಲ ಗೋತ್ರ ಯಾವುದು ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ. ನಿಮ್ಮ ತಂದೆ ತಾಯಿ ಏನು ಕೆಲಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಂತ ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ. ನಾಳೆ ಏನಾದರೂ ಪೊಲಿಟಿಕಲ್ಲು ಜಾತಿ ಗೀತಿ ಅಂತ ಹೇಳ್ಕೊಂಡು ಯಾರಾದರೂ ಬಂದರೆ ನಮ್ಗೆ ತುಂಬ ರಿಸ್ಕ್ ಆಗುತ್ತೆ. ಸೈನ್ ಮಾಡಿ. സാറെന്താ പറഞ്ഞേ? അപ്പം നിനക്കൊന്നും മനസ്സിലായില്ലേ? പോടോ കളിയൊക്കെ. അതായത് നാട്ടിൽ നിന്ന് കച്ചണ്ട കാര്യം വന്നിട്ടില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് കല്യാണം കഴിക്കാം. പോരെ? ആ തുളച്ചേട്ടാ, നന്ദു എന്തു പറ്റി? നന്ദു, കാര്യം എന്താന്ന് പറ. രണ്ടും പോയി. ദുഃഖിപ്പതിനവകാശമില്ലേതുമേ, ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനം. താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തുടിച്ചു മുറവിളിച്ച് ഏറെ തളർന്നു മോഹിച്ചു വിനീടുവോ. സംസാരമെത്രയും സംസാരമോർക്കിലോ, സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ.